2024 സെപ്റ്റംബർ 27 അന്ന് വഞ്ചി സ്ക്വയറിൽ നടന്ന മുനമ്പം ശ്രദ്ധ ക്ഷണിക്കൽ സമരത്തിന് ശേഷം ഇന്ന് 2025 സെപ്റ്റംബർ 27 വരെ ഒരു വർഷം പൂർത്തിയാകുന്നു. ഒരു സമയത്ത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെ വരെ പിടിച്ചുകുലുക്കിയ ആ മുനമ്പം സമരത്തിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു? എന്താണിപ്പോൾ മുനമ്പത്ത് സംഭവിക്കുന്നത്? നേർക്കാഴ്ച ചർച്ച ചെയ്യുന്നു. ഇന്ന് എന്നോടൊപ്പം നേർക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത് മുനമ്പം ഇടവക വികാരിയായ ഫാദർ ആന്റണി സേവ്യർ തറയിലച്ചനാണ്. അച്ഛാ, സ്വാഗതം. 2024 സെപ്റ്റംബർ 27 വഞ്ചി സ്ക്വയറിൽ തുടങ്ങിയ ശ്രദ്ധ ക്ഷണിക്കൽ സമരം ഇന്ന് 2025 സെപ്റ്റംബർ 27 മദർ തെരേസ സ്ക്വയറിൽ, എറണാകുളത്തുള്ള മദർ തെരേസ സ്ക്വയറിൽ നടക്കുന്ന ഈ ഒരു കൂട്ട നിരാഹാര സമരം വരെ 365 ദിവസങ്ങൾ, ഒരു വർഷത്തെ യാത്രയാണ്. ഇപ്പോൾ ഒരുപക്ഷെ അന്ന് ഞങ്ങൾ ഗുഡ്നസ് ടിവിയും ഈ ഒരു സമരത്തിൽ കൂടെ ഉണ്ടായിരുന്നു. ഹൈക്കോടതി ജംഗ്ഷൻ മുതൽ വഞ്ചി സ്ക്വയർ വരെ നടന്ന ആ ഒരു പ്രതിഷേധ റാലിയും തുടർന്ന് സമരം, തുടർന്ന് ഇങ്ങോട്ട് ഒരു വർഷം നിങ്ങളോടൊപ്പം മുനമ്പം സമരത്തിനൊപ്പം ഗുഡ്നസ് ടി വി ഉണ്ട്. എന്താണ് അച്ഛന് ഈ ഒരു സമയം, മുനമ്പത്ത് എന്തൊക്കെ സംഭവിച്ചു ഈ ഒരു വർഷം? ഈ ഒരു വർഷക്കാലത്ത് സുദർശനിക്കൽ സമരത്തോടുകൂടി നമ്മൾ ആരംഭിച്ച ഒരു യാത്ര, അതിനുശേഷം മറ്റുള്ള സമൂഹങ്ങളും, അതെങ്കിൽ കുടുംബി, അതോടൊപ്പം തന്നെ SNDP സമൂഹങ്ങളും അവരിതുപോലെ റാലികൾ നടത്തിയായിരുന്നു. അതിനുശേഷം 47-ാം ദിവസം സംസ്ഥാന സർക്കാർ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയുണ്ടായി. ആ ചർച്ചയിലൂടെ അവർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് JPC കമ്മീഷനെ കാണുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം ആ സമയത്ത് വഖഫ് അമെൻമെൻറ്റ് ബില്ലിലായിരുന്നു. പാർലമെൻറ്റിൽ അത് സമർപ്പിക്കപ്പെട്ടു. അവസാനം അത് ഏപ്രിൽ 5-ന് പാസ്സാകുകയും ചെയ്തു. ആ ബില്ല് പാസ്സാകുന്നതിന് മുമ്പ് JPCയിൽ നമ്മൾ പല കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അതിൽ പ്രത്യേകമായിട്ട് മുൻകാല പ്രാബല്യത്തിൽ മാറ്റങ്ങൾ വരണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മാത്രമേ ഇത് മുനമ്പത്തെ ഞങ്ങളെ സഹായിക്കുകയുള്ളെന്നും അതോടൊപ്പം തന്നെ ഒരു സെക്ഷൻ 40 മാറ്റിയെങ്കിലും അതിന് കൂടെ പിടിച്ചെടുത്ത ഭൂമികളെല്ലാം തിരിച്ച് റിസ്റ്റോർ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് നടന്നില്ല. അമെൻമെൻറ്റ് ബില്ല് പാസ്സായപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട മൈനോറിറ്റി മിനിസ്റ്റർ കിരൺ റിജിജു അവിടെ വരികയും ഞങ്ങളോട് പറഞ്ഞ കാര്യം 3 ആഴ്ചകളിൽ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 3 ആഴ്ചകൾ കഴിഞ്ഞ് 3 മാസങ്ങളായി. ഇപ്പോൾ അവസാനമായിട്ട് സുപ്രീം കോടതിയിലെ കേസുകളിൽ വിധിയും വരികയും ചെയ്തു. ഇനിയും അവ ചട്ടങ്ങൾ രൂപീകരിച്ച് ഞങ്ങളെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും ഞങ്ങൾ പ്രത്യാശയോടെ എല്ലാവരെയും കാത്തിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ രാഷ്ട്രീയം ഒന്നും തന്നെ ഇല്ല. ഞങ്ങൾ ഏത് പാർട്ടി ഞങ്ങളെ സഹായിച്ചാലും ഞങ്ങൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് സഹകരിക്കുന്ന ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതൽ ഇന്ന് വരെ സെപ്റ്റംബർ 27, 2025 എത്തിച്ചേരുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പല പ്രാവശ്യവും ഞങ്ങൾക്ക് ഒരു വിജയം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇതിലൂടെ ക്രിസ്മസ് കടന്നുപോയി, ന്യൂ ഇയർ കടന്നുപോയി, ഈസ്റ്റർ കടന്നുപോയി, വിഷു കടന്നുപോയി, ഓണം കടന്നുപോയി. ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഈ പ്രശ്നം ഇതോടുകൂടി അവസാനിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ ഒത്തിരി വിഷമത്തോടു കൂടി ചിന്തിക്കുകയാണ്, ശ്രദ്ധ ക്ഷണിക്കൽ സമരം ആരുടെയെങ്കിലും ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ടോ? ഒരു വർഷമായിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഒത്തിരിയേറെ പ്രതീക്ഷകളോട് ഞങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ പോകണം. അതിൽ ഒത്തിരി ഊർജ്ജം ഞങ്ങൾക്ക് ആവശ്യവുമുണ്ട്. അച്ഛൻ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധ ക്ഷണിക്കൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഏകദേശം ഒരു വർഷം പിന്നിടുമ്പോൾ ആ ഒരു സമരത്തിന് ശേഷം മറ്റൊരു വലിയൊരു ചുവടുവെപ്പായിരുന്നു നിരാഹാര സമരം ആരംഭിച്ചത്. അത് ദേവാലയ മുറ്റത്ത് തന്നെയായിരുന്നു നിരാഹാര സമരം ആരംഭിച്ചത്. അന്ന് ആരംഭിക്കുമ്പോൾ എത്ര നാളത്തേക്കെന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഇപ്പോൾ അതും ഒരു വർഷം എത്താറായിട്ടില്ലേ? തീർച്ചയായിട്ടും ഒക്ടോബർ 13, 2024 ഈ നിരാഹാര സമരം ആരംഭിച്ചത്. ഈ അടുത്ത ഒക്ടോബർ 13 വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വർഷമാകും. അപ്പോൾ അന്നും ഞങ്ങൾ വലിയൊരു സമ്മേളനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യം 3 പേര് വെച്ച് തുടങ്ങിയ ഒരു നിരാഹാര സമരം, അതിനുശേഷം ഒത്തിരി പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഞങ്ങളുടെ കൂടെ വന്ന് പങ്കെടുക്കുകയുണ്ടായി. അതിങ്ങനെ 200 ദിവസം വരെ ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു. അമെൻമെൻറ്റ് ബില്ല് പാസ്സായി. ഒത്തിരിയേറെ പ്രതീക്ഷകളുണ്ടായിരുന്നു. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഒത്തിരി പേര് വന്ന് ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അതിൽ ക്രൈസ്തവർ മാത്രമല്ല, കത്തോലിക്ക സംഘടനകൾ മാത്രമല്ല, എല്ലാ ഓർത്തഡോക്സ്, പെൻറ്റക്കോസ്റ്റ്, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ നമ്മുടെ കൂടെ നിന്നു. അവരുടെ നേതാക്കന്മാർ കൂടെ വന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഇതോടൊപ്പം തന്നെ ഹൈന്ദവ സമൂഹങ്ങൾ ഒരുമിച്ച് വന്നു, ഇസ്ലാമിക് ചില സമൂഹങ്ങൾ ഒരുമിച്ച് വന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം വളരെ മനോഹരമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്.
അതിനുശേഷം ഒരു ഡൗൺ ഹിൽ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നിരാഹാര സമരം ദേവാലയം മുറ്റത്താണ് ആരംഭിച്ചത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു നിരാഹാര പന്തൽ ദേവാലയത്തിന് മുമ്പിൽ തുടരുന്നു. അത് 1 വർഷമാകാൻ പോകുന്നു. അതിൽ നേരിട്ട പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു ദേവാലയം മുറ്റത്ത് ഒരു നിരാഹാരം ഇരിക്കുന്നു, അത്തരത്തിൽ വല്ല ഇത് വന്നിരുന്നു, അച്ഛൻ നേരിടേണ്ടി വന്നിരുന്നു? അതെങ്കിൽ ദേവാലയത്തിന് മുന്നിൽ തുടങ്ങിയപ്പോൾ ഇത് വലിയൊരു ലെവലിലേക്ക് എത്തിച്ചേരും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥ, പുറത്തൊരു സ്ഥലത്ത് ഒരു പാർട്ടിയുടെയും കൂടെ ഇല്ലാത്തത് കൊണ്ട് എവിടെ പോയി ഒരു സമരം ആരംഭിച്ചാലും അത് അധികകാലം നീണ്ടുപോകുകയില്ലെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മാത്രമല്ല, പുറത്ത് നമ്മൾ എവിടെ ഒരു ധർണ നടത്തുകയാണെങ്കിലും, ഒരു കളക്ട്രേറ്റിലോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ എവിടെ എന്ത് ധർണ നടത്തുമ്പോഴും അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിയമക്കുടുക്കുകളിൽ ഞങ്ങൾ ചെന്നപ്പെടുകയും അതോടൊപ്പം തന്നെ പാവപ്പെട്ട പാമരരായ ഈ മത്സ്യത്തൊഴിലാളികൾ ഒന്നുമില്ലാതെ പല കേസുകളിലും കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരുമെന്ന നിർദ്ദേശം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഏറ്റവും സുരക്ഷിതമായ ദേവാലയ അങ്കണത്തിനെ നമ്മൾ തിരഞ്ഞെടുത്തത്. അവിടെയാകുമ്പോൾ നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ പ്രശ്നത്തിന്, നമ്മുടെ നീതിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൂടാം. അതിൽ ഹൈന്ദവ സംഘടനകളും പ്രത്യേകിച്ച് കുടുംബി, SNDP, ധീവ്ര, ഈ സമൂഹങ്ങളെല്ലാം ഒരുമിച്ച് വരികയും ആർക്കും അതൊരു പ്രശ്നമായിരുന്നില്ല. നമുക്ക് ഒരുമിച്ച് ഇവിടെ പോരാടാമെന്ന ആ ഒരു ഐക്യ മനസ്സോടുകൂടിയാണ് ഞങ്ങൾ ഈ സമരം ആരംഭിച്ചത്. ഈ മുനമ്പത്തിൻ്റെ ഈ ഒരു ശക്തി ഒരു കൂട്ടായ്മയായിരുന്നു. ഒരുപക്ഷെ ലോകം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു മുനമ്പം എന്ന് പറയുന്നത്. നമ്മൾ ആ വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കുന്ന സമയത്തൊക്കെ അവിടെ പാർലമെൻറ്റിൽ പലവട്ടം, പല ആവർത്തി മുനമ്പം 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 എന്ന് വിളിച്ചു പറയുകയുണ്ടായി. കാരണം അത്രത്തോളം എല്ലാവരും തന്നെ മുനമ്പം ഈ ഒരു ആരംഭിച്ച, ഇത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 13-ന് അച്ഛൻ പറഞ്ഞ പോലെ 3 പേരായിട്ട് വളരെ ചെറിയൊരു പന്തൽ, ഞാനത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പള്ളിയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുഞ്ഞൊരു പന്തൽ ആദ്യം ആരംഭിക്കുന്നത്, വെറുതെ ഒരു ഷീറ്റ് വെട്ടി സമരം തുടങ്ങുന്നു. ഒരു പക്ഷേ ഞാനൊന്നും ചിന്തിച്ചു ഇത് എത്ര നാളിങ്ങനെ പോകും. അതിനുശേഷം നമ്മൾ മാറ്റി വലിയൊരു സമരപന്തലിലേക്ക് മാറ്റുന്നു ലെഫ്റ്റ് സൈഡിൽ തന്നെ. അങ്ങനെ ഒരു വളരെ പിന്നെ ലോകം കണ്ട ഒരു സമരമായി മാറുകയും ചെയ്തു. വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയ ദിവസം, അത് പാർലമെൻറ്റിൽ, ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയ ദിവസങ്ങളെല്ലാം വളരെയധികം ആഹ്ലാദ പ്രകടനം മുനമ്പത്ത് നടന്നു. 2 മണിക്കൊക്കെ നടന്ന ഒരു ആഹ്ലാദ പ്രകടനം മുനമ്പം ദേവാലയം ചുറ്റി ഞാൻ ഓർക്കുന്നു. കാരണം ഞാനും ആ ഒരു സമയത്ത് തത്സമയം ആ ഒരു സമരത്തിനൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് മുനമ്പം സമരത്തിന്, അതായത് വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയതിന് ശേഷം എന്താണ് മുനമ്പത്ത് സംഭവിച്ചത്? വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയതിനു ശേഷം മുനമ്പത്തിന് ഇതിലെന്താണ് സഹായമായിട്ടുള്ളത്? കാരണം സാധാരണക്കാർ 610 കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്താണ് ഇതിലുള്ളത്? അതായിരുന്നു എൻ്റെയും ചോദ്യം. ബഹുമാനപ്പെട്ട മൈനോറിറ്റി മിനിസ്റ്റർ കിരൺ റിജിജു അവിടെ വന്നപ്പോഴും അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഷോൺ ജോർജ് സാറിനോട് വളരെ വ്യക്തമായിട്ട് ചോദിച്ചൊരു കാര്യം തന്നെയാണ്, ഞങ്ങളെ സഹായിക്കാനായിട്ട് ഇതിലെന്താണോ ഉള്ളത്? ഇത് മുഴുവൻ വായിച്ചു നോക്കി. പാർലമെൻറ്റിലും പല കക്ഷികളും ഉയർത്തിയ ചോദ്യം ഇതന്നെയായിരുന്നു. അതിൻ്റെ ഉത്തരം എവിടെ നമുക്ക് നേരിട്ട് കിട്ടിയില്ല. പക്ഷേ അന്ന് ബഹുമാനപ്പെട്ട ഷോൺ ജോർജ് സാർ എന്നോട് അറിയിക്കുകയുണ്ടായി, മന്ത്രി കിരൺ റിജിജു സാർ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കും, വലിയൊരു പ്രഖ്യാപനമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പള്ളിയുടെ മുമ്പിൽ നമ്മളൊരു കക്ഷിയും നോക്കാതെ വലിയൊരു സമ്മേളനം അവിടെ നടത്തുകയും ചെയ്തു. പക്ഷേ അന്ന് അവസാന നിമിഷത്തിൽ നമ്മളെ അറിയിക്കുകയുണ്ടായി, ഇനിയും 3 ആഴ്ചകൾക്കുള്ളിൽ ചട്ടങ്ങൾ രൂപീകരിക്കണം, അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് അവിടുന്ന് വാഗ്ദാനം നൽകിയത്. അതിനുശേഷം 3 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പരിഹരിച്ചില്ല. അപ്പോൾ ആളുകൾക്ക് പതുക്കെ മനസ്സിലാകാൻ തുടങ്ങി, ഈ വഖഫ് ഭേദഗതി ബില്ല് നമ്മളെ നേരിട്ട് സഹായിക്കാനായിട്ടൊന്നും തന്നെ ഇതിൽ ഇല്ല. ഇനി വീണ്ടും ചട്ടങ്ങൾ രൂപീകരിക്കണം, അത് പാർലമെൻറ്റിൽ പാസ്സാകണം, അത് ഇനിയും നീണ്ട കാലമെടുക്കും. ഇനിയിപ്പോൾ അടുത്ത പാർലമെൻറ്റ് സെഷൻ എന്ന് പറയുന്നത് നവംബർ-ഡിസംബറിൽ ഉണ്ടാവുകയുള്ളൂ. ഇനി ആ സെഷനിൽ എടുത്തില്ലെങ്കിൽ, വിൻ്റർ സെഷനിലും ഈ ഒരു ചട്ടങ്ങൾ രൂപീകരിച്ച് ഇത് വീണ്ടും പാർലമെൻറ്റിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ഉള്ളത് 2026 സമ്മർ സെഷനേ ഉള്ളൂ. മാർച്ച് ഏപ്രിലിൽ വരുന്ന സെഷൻ. അപ്പോൾ ഇത് വീണ്ടും നീണ്ടു പോവുകയാണ്. രണ്ടാമതായിട്ട് കോടതിയിൽ വ്യവഹാരങ്ങൾ വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഹൈക്കോടതിയിലും വഖഫ് ട്രൈബ്യൂണലിലും ഒത്തിരി കേസുകളുണ്ട്. അതിങ്ങനെ നീണ്ടുപോവുകയാണ്. സാധാരണക്കാരാണ് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ ഒരു സ്പിരിറ്റ്, എല്ലാവരുടെയും ഒരു മനസ്സിൽ ചെറിയൊരു നിരാശയൊക്കെ കടന്നു വന്നു. ഇതാരും നമ്മളെ സഹായിക്കുന്നില്ല, ഇത് എവിടെ എത്തിച്ചേരും, നമ്മുടെ പ്രശ്നം ഇനി പരിഹരിക്കപ്പെടുന്നില്ല, ഇങ്ങനൊരു അവസ്ഥയാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. അവിടെയാണ് മറ്റു തരത്തിൽ ഒരു കാര്യം, അത് ചില നിരീക്ഷകർ പറയുന്നത് മുനമ്പത്തിന് ശാശ്വത പരിഹാരം ലഭിച്ചു കഴിഞ്ഞു. അത് ഈ ഒരു വഖഫ് ഭേദഗതി ബില്ലിൽ തന്നെ ഉണ്ട്. അത് 2A ഈ പറഞ്ഞ സൊസൈറ്റി ട്രസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട 2A മുനമ്പത്തിന് വേണ്ടിയുള്ള എല്ലാ
ശാശ്വത പരിഹാരവും അതിലുണ്ട് എന്നതാണ് ചില നിരീക്ഷകരും രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ലെങ്കിൽ ഈ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ JPCനെ ബാംഗ്ലൂരിൽ ചെന്ന് കാണുകയും നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ സമർപ്പിക്കുകയും മാത്രമല്ല വഖഫ് അമെൻമെൻറ്റ് ബില്ലിൽ സെക്ഷൻ 40 അതോടനുബന്ധിച്ച് ഞങ്ങളുടെ സ്ഥലം എങ്ങനെ അവർ പിടിച്ചെടുത്തു എന്നുള്ളതും അതിൽ നിയമപരമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും വഖഫ് ബോർഡ് ചെയ്തിട്ടില്ല, അതെങ്കിൽ ഞങ്ങളെ അറിയിച്ചിട്ടില്ല, നിയമപരമായിട്ട് നോട്ടീസ് നൽകിയിട്ടില്ല, ഇവിടെ അളന്നിട്ടില്ല, അതൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്നൊരു ദിവസം അവർ പിടിച്ചെടുത്തപ്പോൾ അപ്പോൾ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുതിയ ഭേദഗതി ബില്ലിൽ വരേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അഡ്വക്കേറ്റ്സിൻ്റെ സഹായത്തോടു കൂടി വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തിരുന്നു. അതെല്ലാം അമെൻമെൻറ്റ് ബില്ലിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബില്ല് പാസ്സാകുന്ന അന്ന് തന്നെ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അതിനുശേഷമാണ് നിയമവിദഗ്ധർ കണ്ടുപിടിച്ചതാണ് 2A എന്ന് പറയുന്നത്. അതാണെങ്കിലും നേരിട്ട് നമ്മളെ സഹായിക്കുന്നില്ല, ഒരു ഇൻഡയറക്റ്റ് വേ ആണ്. അപ്പോൾ നേരിട്ട് നമ്മളെ സഹായിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പരിഹാരം ഉടനെ ഉണ്ടാകുകയുള്ളൂ. ഇൻഡയറക്റ്റ് ആകുമ്പോൾ ഇനി അതിനെ ബേസ് ചെയ്ത് ചട്ടങ്ങൾ രൂപീകരിക്കണം. ചട്ടങ്ങൾ രൂപീകരിക്കും, അതിന് വീണ്ടും പാർലമെൻറ്റിൽ പാസ്സാകണം. അത് സമയമെടുക്കുന്ന കാര്യമാണ്. അതിനുള്ളിൽ ചിലപ്പോൾ വഖഫ് ട്രൈബ്യൂണലുകളിൽ ഉള്ള കേസുകൾ ചിലപ്പോൾ വിധി വരികയാണെങ്കിൽ ഈ പ്രശ്നം അവിടെ തന്നെ പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. മറ്റൊരു കാര്യം, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, പിന്നീട് BJP രാജ്യം ഭരിക്കുന്ന പാർട്ടി ഒരു രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു മുനമ്പം വിഷയത്തിൽ എടുത്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം അന്ന് ദേവാലയമുറ്റത്ത് നടന്ന ഒരു സമ്മേളനം അതൊരു രാഷ്ട്രീയ സമ്മേളനം പോലെയായിരുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു, മറ്റ് രാഷ്ട്രീയ BJP നേതാക്കൾ, അതോടൊപ്പം തന്നെ അന്ന് നടന്നൊരു സംഭവമായിരുന്നു ദേവാലയത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ സമരസമിതിയിലുള്ള ഒരു 50ഓളം പേര് BJPയുടെ അംഗത്വം നേരിട്ട് എടുക്കുന്ന ഒരു കാര്യം. അതും അന്നത്തെ ദിവസം ആ ഒരു സമ്മേളനത്തിൽ വെച്ച് നടത്തണം. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നന്ദി മോദിജി എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു പ്രോഗ്രാം ദേവാലയത്തിൽ വെച്ച് നടത്തേണ്ടി വന്നു അന്ന്. അതൊരു പക്ഷേ ഒരു രാഷ്ട്രീയ മുതലെടുപ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു BJPക്ക് ഒരു മുൻതൂക്കം ഈ ഒരു സമരത്തിലൂടെ അല്ലെങ്കിൽ ഭേദഗതി പാസ്സാക്കിയുള്ള അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. അതെങ്കിൽ ക്രൈസ്തവ കാഴ്ചപ്പാടിലും സഭയുടെ കാഴ്ചപ്പാടിലും എപ്പോഴും എല്ലാ പാർട്ടികളെയും രാഷ്ട്രീയ പാർട്ടികളെ സഭ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സഭ ആരുടെയും കൂടെ നിൽക്കാറില്ല. സഭ നിൽക്കുന്ന എപ്പോഴും പാവപ്പെട്ടവരുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏത് രാഷ്ട്രീയ പാർട്ടി അവിടെ കടന്നു വന്ന് ഈ പ്രശ്നം പരിഹരിക്കുമ്പോഴും സഭ അതിൻ്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. അപ്പോൾ വഖഫ് അമെൻമെൻറ്റ് ബില്ല് പാസ്സാകാനായിട്ട് സഭയുടെ സപ്പോർട്ട് വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് KCBC ആണെങ്കിലും അതിനുശേഷം CBCA ആണെങ്കിലും ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് കൂടെ നിൽക്കുകയായിരുന്നു. എന്നാൽ വളരെ വ്യക്തമായിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി അതേസമയത്ത് എല്ലാ മതങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന എല്ലാ അവകാശങ്ങളും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ലെറ്റേഴ്സ് എല്ലാം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് BJPയുടെ നേതാക്കൾക്ക് ഇത് സമർപ്പിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുകയാണെങ്കിൽ അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട അമിത്ഷാ മന്ത്രി CBCയുടെ കത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടെന്ന് അവിടെ നിന്ന് പറയുകയും ചെയ്തു. തീർച്ചയായിട്ടും ഈ സപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ബില്ല് പാസ്സായി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെ സഹായിക്കുന്ന എന്തെങ്കിലും ഇതിലുണ്ടോ എന്നൊരു ചോദ്യചിഹ്നം. തീർച്ചയായിട്ടും ഇതിൽ സെക്ഷൻ 40യും മറ്റുള്ള പലതിലും മാറ്റങ്ങൾ വന്നതോടുകൂടി ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരിക്കലും ആർക്കും സംഭവിക്കുകയില്ല. പക്ഷേ സംഭവിച്ചു പോയ ഞങ്ങളുടെ അവസ്ഥ എന്താണ്, നീതിക്ക് വേണ്ടി ഞങ്ങളുടെ പോരാട്ടത്തിന് മറുപടി ഇനി എന്താണ്, അവിടെയാണ് ഇപ്പോഴും ചോദ്യചിഹ്നങ്ങൾ ഉള്ളത്. അപ്പോൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ സഭ ഒരിക്കലും രാഷ്ട്രീയ കളികൾ കളിക്കാറില്ല. സഭ എന്നും ഒരു നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടിയാണ് സഭ എന്നും മുന്നോട്ട് പോകുന്നത്. അതിൽ ഇതുപോലെ പല ട്രാപ്പുകളുണ്ടെങ്കിലും അതൊന്നും നമ്മൾ സഭ മനസ്സിലാക്കാതെ നമ്മൾ നേരിട്ട് പോകുന്നവരാണ്. അപ്പോൾ ആര് നമ്മളെ സഹായിക്കാൻ വരുമ്പോഴും നമ്മൾ കൈ ചേർത്ത് നമ്മൾ അവരോട് കൂടി മുന്നോട്ട് പോവുകയും അത് പാസ്സാകുന്നവരവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം അതിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഒന്നുമില്ല. ഇപ്പോഴും ഒരു വർഷം കഴിയുമ്പോഴും നമ്മൾ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. ഒരുപക്ഷെ ഈ ഒരു സമരത്തിൻ്റെ ഈ ഒരു ഭാഗം വെച്ച് പച്ച നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിൽ നേതൃത്വം ഏറ്റെടുക്കുന്നു എന്ന തരത്തിലൊരു പ്രതീതി പൊതുജനത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഈ ഒരു മുനമ്പം സമരം വഖഫ് ഭേദഗതി ബിൽ ആക്ട് പാസ്സാക്കുന്നത് വരെ സംഭവിച്ചതുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിലെ മറ്റു പാർട്ടികളായ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സർക്കാരും
അവരിതിനെ കൈ ഒഴിഞ്ഞതായിട്ട്, അതായത് ഈ ഒരു ആക്ട് പാസ്സാക്കുന്നവരെ കൈ ഒഴിഞ്ഞതായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ പറഞ്ഞ മുനമ്പം സമര നേതാക്കളോടോ സമരസമിതിയോടോ ഒരു ദേഷ്യവും വെറുപ്പും മറ്റ് പാർട്ടികൾക്ക് ഉണ്ടാവാനായിട്ട് ഇടയായിട്ടില്ലേ? അതൊരു പക്ഷേ സമരസമിതിയിലെ ചില അംഗങ്ങളുടെ, കാരണം ഒരുപക്ഷെ ദേവാലയത്തിന് മുമ്പിൽ ഉയർന്ന ഒരു പോസ്റ്റ്, അത് ഒരുപാട് ചർച്ച വന്നിരുന്നു. കോൺഗ്രസ് നേതാക്കൾക്കാർക്കും ഈ ഒരു ദേവാലയത്തിനകത്തേക്ക് പ്രവേശനമില്ല. ഒരുപക്ഷെ ദേവാലയമാണത്, എല്ലാവർക്കും ഒരുപോലെ. ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ സഭ ഇപ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ കാണുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തീരെ എഴുതി കൊടുത്തിട്ടില്ല സഭ. അപ്പം അത്തരത്തിൽ അത് മറ്റ് രണ്ട് പാർട്ടികളെയും അത് അകലം പാലിപ്പിച്ചു ഈ ഒരു സമരത്തിൽ നിന്ന്. ഈ ഒരു സമരം കൊണ്ട് നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും സമരം ഇല്ലാതാക്കാനായിട്ട്, പൊളിച്ചെടുക്കാനായിട്ട് പല തിന്മയുടെ ശക്തികൾ എപ്പോഴും കടന്നു വരും. അത് സ്വാഭാവികമാണ്, എല്ലാ സമരങ്ങളിലും സംഭവിക്കുന്നത്. ഇവിടെയും അത് തന്നെ സംഭവിക്കാൻ തുടങ്ങി. രാഷ്ട്രീയ പാർട്ടി അവിടെ മുതലെടുക്കാനായിട്ട് തുടങ്ങി. പറഞ്ഞതുപോലെ 50 പേർ അവർ അംഗത്വം സ്വീകരിച്ചു. അത് പള്ളിയുടെ പുറത്തുനിന്നാണ് അവർ സ്വീകരിച്ചത്. എന്നാലും അത് കഴിഞ്ഞ് അവർ ഈ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം അതോടൊപ്പം തന്നെ ചിലർ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഒരു ഫ്ലെക്സ് കൊണ്ടുവന്ന് വയ്ക്കുകയും ആ ഫ്ലെക്സ് വരും അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അത് ഒത്തിരി പേർ യൂട്യൂബിൽ കാണുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ആരുടെയും കാഴ്ചപ്പാട് അവരുടെ കൂടെ അല്ല, ചേർന്നതല്ല. അത് ഒരു വിഭാഗം ഇങ്ങനെ ഇത് മുതലെടുക്കാൻ വേണ്ടി അവരിങ്ങനെ പ്രശ്നങ്ങളായിട്ട് ഇവിടെ സൃഷ്ടിച്ച് ആരംഭിച്ചു. അതിനുശേഷം കുറേ ഫ്ലെക്സുകൾ വെച്ചു. പക്ഷേ മെജോറിറ്റി ആളുകൾ, അവിടെ താമസിക്കുന്ന മെജോറിറ്റി ആളുകൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരുമിച്ച് ഒറ്റ കൂട്ടുകെട്ടിൽ തന്നെ നമുക്ക് പോകണം, കൂട്ടായ്മയിൽ തന്നെ പോകണം. കാരണം നമ്മുടെ സമരം കൂട്ടായ്മയിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഇന്ന് സെപ്റ്റംബർ 27-ാം തീയതി 5 ബസ് നിറയെ അവിടെ നിന്ന് ആളുകൾ വന്നിരിക്കുന്നത്. ഏകദേശം 300 പേര് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇത് തന്നെ വലിയൊരു കൂട്ടായ്മയുടെ അടയാളമാണ്. കാരണം നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരു ചെറിയൊരു വിഭാഗം മാത്രം അവിടെ ഒരു വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് അവർ മുതലെടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ബാക്കിയുള്ള എല്ലാവരും തന്നെ ഒരുമിച്ച് തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ബൂത്ത് സംരക്ഷണ സമിതി, ഇതിലുള്ള കോർ കമ്മിറ്റിയിൽ എല്ലാ മതങ്ങളും, ഹൈന്ദവ ക്രൈസ്തവ മതങ്ങളും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള സമുദായങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ ഞങ്ങളുടെ ഈ സമിതിയെ കൂടുതൽ കൂടി വികസിപ്പിക്കുകയും നമുക്ക് ഇടവകയിൽ 18 കുടുംബ യൂണിറ്റുകളും ഹൈന്ദവർക്ക് 2 യൂണിറ്റുകളുമുണ്ട് SNDPയുടെ. അപ്പോൾ 20 യൂണിറ്റുകളിൽ നിന്നും ഒരു പ്രതിനിധിയിലെടുത്ത് നമ്മൾ ഒരു സമിതി തന്നെ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിസിഷൻസ്, തീരുമാനങ്ങൾ എപ്പോഴും എല്ലാവരിൽ നിന്നായിട്ട് ഒരുമിച്ച് എടുക്കാനായിട്ട് അതിൻ്റെ ഫലം തന്നെയാണ് ഇന്ന് 300 പേരോളം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചെറിയൊരു വിഭാഗം മാത്രമാണെങ്കിൽ ചെറിയൊരു വിഭാഗീയത പോലെ സൃഷ്ടിച്ച് വരികയാണെങ്കിൽ ബാക്കിയുള്ള 95% ആളുകൾ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അതുതന്നെയാണോ ഇപ്പോൾ പലരും ചോദിക്കുന്ന മുനമ്പം സമരത്തിന് ഇത് എന്ത് പറ്റിയെന്നൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ എന്താണ് മുനമ്പത്ത് സംഭവിച്ചതെന്നുള്ളത്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ തന്നെ, കാരണം അതുവരെ ഭയങ്കര കൂട്ടായ്മയിൽ ഭയങ്കര ശക്തമായിട്ട് ഭാരതത്തെ വരെ പിടിച്ചു കുലക്കാൻ പോകുന്ന ആ ഒരു മുനമ്പം സമരം ഒരുപക്ഷെ അതിൽ വിഭാഗീയത കടന്നുകൂടി 2 ടീമായി എന്ന രീതിയിലൊക്കെ പലപ്പോഴും ചില വാർത്തകൾ വരുന്നു. ചില പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു, ചില ഫ്ലെക്സുകൾ അവിടെ ഉയരുന്നു. മുനമ്പം മുൻപുണ്ടായിരുന്ന നേതാക്കന്മാരെ ഇപ്പം കാണുന്നില്ല. അത്തരത്തിൽ സമരം ശുഷ്കിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മാധ്യമ ശ്രദ്ധയൊന്നും ലഭിക്കാതെ അപ്രസക്തമായി കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലൊക്കെ ഒരു വാർത്തകളും സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനോട് എന്താണ് അച്ഛന് പറയാനുള്ളത്? അതെങ്കിൽ ഒരു ചെറിയൊരു വിഭാഗം മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിലും എല്ലാവരും തന്നെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. വഖഫ് അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കുക എന്നത് മാത്രമായിരുന്നു BJPയുടെ ലക്ഷ്യം. ആ ബില്ല് പാസ്സായതിനു ശേഷം പിന്നെ ഞാൻ കാണുന്നത് ഒരു അകഴ്ചയാണ്. പ്രശ്നം പരിഹരിക്കുന്നതായിട്ട് ഒന്നും തന്നെ കണ്ടില്ല. അതുവരെ സുപ്രീം കോടതിയിലെ കേസുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ബില്ല് പാസ്സാകുന്നതിന് മുമ്പ് തന്നെ ഈ ബൂത്ത് സംരക്ഷണ സമിതി എല്ലാ കാര്യങ്ങളും എങ്ങനെ ഈ ബില്ല് പാസ്സാക്കണം, അതിൻ്റെ അകത്തുള്ള ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്നൊക്കെ നേരിട്ട് അറിയിക്കുകയും എല്ലാം എഴുതി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിലൂടെ പാസ്സായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നം അന്ന് തന്നെ പരിഹരിക്കാമായിരുന്നു. പക്ഷേ അതിനുശേഷം BJP പാർട്ടിക്ക് അവരുടെ പ്രശ്നം ബില്ല് പാസ്സായതിലൂടെ അവർ പ്രശ്നം തീർന്നതുപോലെ ആയിപ്പോയി. ഞങ്ങളുടെ പ്രശ്നം തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നു. പാർട്ടിയിൽ ചേർന്ന കുറച്ച് പേര് മാത്രം. ഇനി പാർട്ടിയുടെ ലക്ഷ്യം കഴിഞ്ഞു, പാർട്ടിയുടെ ഉദ്ദേശം ഇതായിരുന്നു, ഇനി ഇതിങ്ങനെ തന്നെ പോകട്ടെ, മറ്റുള്ള പാർട്ടിയിലൂടെ പ്രവേശിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പല നിലപാടുകൾ എടുത്തുകൊണ്ട് വരുമ്പോഴും ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇനിയും ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടില്ല. അതാണ് സത്യാവസ്ഥ. ആരെന്ത് പറഞ്ഞാലും ശരി അത് ചെയ്തിട്ടില്ല.
അത് ചെയ്യുന്നത് വരെ, പൂർത്തീകരിക്കുന്നത് വരെ ഞങ്ങൾ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. അത് റവന്യൂ അവകാശം പറഞ്ഞപ്പോഴാണ്. അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാരിനാണല്ലോ അതിൻ്റെ റോള് വരുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ റോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു മുൻപം വിഷയത്തിൽ? സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാമെന്ന് പറഞ്ഞിരുന്നു 3 മാസങ്ങൾക്കുള്ളിൽ. അപ്പോൾ ഏതായാലും ഫെബ്രുവരി മാർച്ചോടുകൂടി ഇത് നടക്കേണ്ടതായിരുന്നു. മെയ് മാസത്തിൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചു. പക്ഷേ അതിനുശേഷം നിയമ തടസ്സങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപടി ഒന്നും തന്നെ എടുക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് സർക്കാർ ഇടപെട്ട് സ്റ്റാറ്റസ് കോ കീപ്പപ്പ് ചെയ്യുക. അതെങ്കിൽ 1989 മുതൽ 2022 വരെ ഏകദേശം 33 വർഷങ്ങൾ ഞങ്ങൾ കരടച്ചുകൊണ്ടിരുന്നു. അന്ന് ഈ ഭൂമിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് വഖഫ് ബോർഡ് ആസ്തി പട്ടികയിൽ ചേർത്തത്. അതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ സ്റ്റാറ്റസ് കോയിൽ ആക്കുക. അപ്പോൾ കരടയ്ക്കാൻ പറ്റും, ഞങ്ങൾ റവന്യൂ അവകാശങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാൻ പറ്റും. കോടതിയിലെ കേസുകൾ, വഖഫ് ട്രൈബ്യൂണലിലെ കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ വിധി വരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം സംസ്ഥാന സർക്കാരിന് ഇടപെട്ട് തീർക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ചിലപ്പോൾ വിധി വരാൻ ചിലപ്പോൾ താമസമെടുക്കും. പക്ഷേ വിധി ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങൾ കോടതിയിൽ, വഖഫ് ട്രൈബ്യൂണൽ കോടതിയിൽ ഇന്നും കേസുണ്ട്. ഞങ്ങളിന്ന് വാദം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ വാദിക്കുന്നത് ഇത് വഖഫ് ഭൂമിയോ അല്ലയോ എന്നല്ല. ഒരു ഭൂമി വഖഫായിട്ട് ആസ്തി പട്ടികയിൽ ചേർക്കുന്നതിന് മുമ്പ് അവിടുത്തെ പ്രദേശവാസികളെ അറിയിക്കുക, നോട്ടീസ് കൊടുക്കുക, അത് സർവേ ചെയ്യുക, മൂന്നാമതായിട്ട് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുക. ഇതൊന്നും ചെയ്തിട്ടില്ല. വഖഫ് നിയമങ്ങൾ പറയുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്, സെക്ഷൻസ് എല്ലാം വ്യക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും ചെയ്യാതെ വഖഫ് ബോർഡ് ആസ്തി പട്ടികയിൽ ചേർക്കുമ്പോൾ അത് തന്നെ നിയമവിരുദ്ധമാണെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതോടുകൂടി ഈ പ്രശ്നം അവിടെ അവസാനിക്കും. കാരണം വഖഫ് ട്രൈബ്യൂണൽ ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ജഡ്ജ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് അനുകൂലമായ വിധി നൽകുകയും അതോടൊപ്പം തന്നെ അവർക്ക് വഖഫ് ബോർഡിന് നിയമപരമായിട്ട് ഈ സ്ഥലം ചേർക്കാൻ സാധിക്കില്ല, ആസ്തി പട്ടികയിൽ ചേർക്കാൻ സാധിക്കില്ലെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു വിധി വരികയും ചെയ്യും. അതോടെ ഈ പ്രശ്നം അവിടെ പരിഹരിക്കും. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഉടനെ ചെയ്യാൻ സാധിക്കുന്നത് റവന്യൂ അവകാശങ്ങൾ ഉടനെ പുനഃസ്ഥാപിക്കുക. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നത് അത് വഖഫ് സംരക്ഷണ സമിതി കൃത്യമായി തന്നെയാണോ? ചില വാദങ്ങൾ അല്ലെങ്കിൽ ചില ആക്ഷേപങ്ങൾ ഉയരുന്നു, തെറ്റായ രീതിയിലൂടെ കേസ് പോകുന്നു എന്ന തരത്തിൽ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് നടത്തുന്നത് ഭൂ സംരക്ഷണ സമിതിയാണ്. ഈ ഭൂ സംരക്ഷണ സമിതി വളരെ ശരിയായ രീതിയിലോട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ നമ്മളേറെ സഹായിക്കുന്നത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടമാണ്. അപ്പോൾ ആദ്യമായിട്ട് സാറിന് ഞങ്ങൾ ചെന്ന് കാണുന്നത് ഞാനും വികാർ ജനറൽ അച്ഛനുമാണ്, കോട്ടയം രൂപതയിലെ വികാർ ജനറൽ ഡോക്ടർ റോബിൻ അച്ഛനാണ്. ഞങ്ങൾ ഒരുമിച്ച് ചെന്ന് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അത് ഏറെ സന്തോഷത്തോടു കൂടെ ഈ കേസ് നടത്താമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴും ഞങ്ങൾ ചോദിച്ച സാറിൻ്റെ ഫീസ് രൂപത, കോട്ടപ്പൻ രൂപത അതിൽ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കൂടെ VG വന്നത്. അപ്പോൾ പൂന്തോട്ട സാറ് പറഞ്ഞത് എനിക്ക് ഫീസ് ആവശ്യമില്ല, ഒരു സോഷ്യൽ കോസായിട്ട് ഞാനിത് ഏറ്റെടുത്തുകൊണ്ട് 610 കുടുംബങ്ങളുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ഈ കേസ് നടത്തുകയാണ്. അപ്പോൾ ആ ഒരു വിശാല മനസ്സിനെ പലരും മനസ്സിലാക്കാതെ വളരെ തെറ്റായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇന്നും അദ്ദേഹം കോഴിക്കോട് ട്രൈബ്യൂണലിൽ പോയിട്ടുണ്ട്, കൂടെ 2 ജൂനിയേഴ്സിനെയും കൊണ്ടുപോയിട്ടുണ്ട്, വാദം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ബഹുമാനപ്പെട്ട രാജൻ തട്ടിൽ സാർ, കഴിഞ്ഞ മുൻ ജഡ്ജ്, മെയ് മാസത്തോടുകൂടി ഇതിന് വിധി പറയുമെന്ന് പറഞ്ഞിരുന്നു. അവസാനത്തെ വാദത്തിൽ പറഞ്ഞ് അടുത്ത വാദം കഴിയുമ്പോൾ ഞാൻ വിധി പറയുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ വാങ്ങിക്കുകയും വാദം തുടരാം, പക്ഷേ മെയ് 29 വരെ രാജൻ തട്ടിൽ ജഡ്ജ് വിധി പ്രഖ്യാപിക്കരുതെന്നാണ് സ്റ്റേ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. രാജൻ തട്ടിൽ സാർ മെയ് 19 ട്രാൻസ്ഫർ ആയി പോവുകയും ചെയ്തു. അപ്പോൾ ഒരു വിധി പറയേണ്ട സമയത്ത് വിധി പറയാൻ അനുവദിക്കാത്തത് വഖഫ് ബോർഡാണ്. സ്റ്റേ ഓർഡർ വാങ്ങിച്ച് അവിടെ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് അനുവദിച്ചില്ല. 2022 മുതൽ വാദം കേട്ട് അവസാനം 25 ഒരു വിധി വരുന്ന സമയത്ത് അവിടെ നിന്ന് ജഡ്ജിനെ മാറ്റുകയാണ്. ഇതാണ് നമ്മുടെ നിയമാവസ്ഥകൾ. അപ്പം ഡിലേഡ് ജസ്റ്റിസ് ആണ് ഇവിടെ നമ്മളിപ്പോഴും കാണുന്നത്. ഈ വഖഫ് ബോർഡിന് ഒരു വഖഫ് മന്ത്രിയുണ്ട്, സർക്കാരിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ സർക്കാരിന് നിങ്ങൾക്ക് ആ ഒരു ഭൂമി തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു വിധി പറയാൻ അനുവദിക്കാമായിരുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ ഈ മെയ് മാസത്തോടുകൂടി ഈ ഒരു മുനമ്പം ശാശ്വത പരിഹാരം ഉണ്ടായേനെ.
തീർച്ചയായിട്ടും അത് സാധിക്കുമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ മന്ത്രിമാരെ കോൺടാക്റ്റ് ചെയ്യുകയും അപ്പോൾ അവർ പറഞ്ഞു ഇത് വഖഫ് ബോർഡിനൊരു തീരുമാനമാണ്, അല്ലാതെ സർക്കാരിൻ്റെ തീരുമാനം അല്ല എന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു. ഏതായാലും പുതിയ ജഡ്ജി വന്നു. പുതിയ ജഡ്ജി ഇപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ ഈ മാസം തന്നെ ആദ്യത്തെ ആഴ്ചകളിൽ ഇവിടെ എറണാകുളത്ത് കല്ലൂരിൽ കോർട്ട് നടന്നപ്പോൾ ഞാനവിടെ പോയിരുന്നു. എന്തായാലും ജഡ്ജി കാര്യം പെട്ടെന്ന് തന്നെ വാദം തുടങ്ങി പെട്ടെന്ന് പരിഹരിക്കാനായിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് താല്പര്യപ്പെടുകയും അതോടൊപ്പം തന്നെ എല്ലാ അഡ്വക്കേറ്റ്സും ആവശ്യപ്പെട്ടിരിക്കുന്നത് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. 610 കുടുംബങ്ങളുടെ അവസ്ഥയാണ്. അതുകൊണ്ട് ഉടനെ തന്നെ വരും മാസങ്ങളിൽ ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വഖഫ് ആക്ടിലെ ചില ക്ലോസുകൾ സ്റ്റേ ചെയ്യുന്നുണ്ടായി. അത് മുൻപത്തെ ബാധിക്കുന്നതാണോ? ഇല്ല, അതൊന്നും മുൻപത്തെ ബാധിക്കുന്നില്ല. മാത്രമല്ല അത് വിധി വന്നിരിക്കുന്നത് കൊണ്ട് ഇത്രയും ദിവസവും BJP പാർട്ടിക്ക് ഒരു ചട്ടം രൂപീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇതിന് സ്റ്റേ ഓർഡർ വന്നിരിക്കുന്നതുകൊണ്ടാണെന്ന് ഒരു എക്സ്ക്യൂസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഉടനെ തന്നെ കൂടി ഒരു ചട്ടങ്ങൾ രൂപീകരിച്ച് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ BJPക്ക് ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായി ശാശ്വത പരിഹാരം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടണമെങ്കിൽ ഒരുപക്ഷെ ചട്ടങ്ങൾ വരേണ്ടതുണ്ട്, ചട്ടങ്ങൾ സഭ അംഗീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കാം വഖഫ് ഭേദഗതി ബില്ലിലൂടെ ഈ മുനമ്പത്തിനൊരു ശാശ്വത പരിഹാരം ലഭിച്ചു എന്ന് നമുക്ക് ഉറപ്പാക്കാൻ. അതല്ലെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനായിരിക്കും. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ സഹായമെന്ന് പറയുന്നത് ഇനി ചട്ടങ്ങൾ രൂപീകരിച്ചെങ്കിൽ മാത്രമേ നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതും നേരിട്ട് ചട്ടങ്ങൾ രൂപീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങളെ സഹായിക്കുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും കോടതിയിൽ പോയി നീണ്ട വ്യവഹാരങ്ങളിലൂടെ അതിനൊരു വിധി ലഭിക്കുക എന്ന് പറയുന്നത് അതും നീണ്ട സമയമെടുക്കുന്ന കാര്യം. ശാശ്വത പരിഹാരം അതിന് പകരം ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൽ നിന്നൊരു വിധി വരികയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് സ്റ്റാറ്റസ് കോ കീപ്പപ്പ് ചെയ്തുകൊണ്ട് 33 വർഷങ്ങളായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന അവകാശം വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇനി വിധി വരുന്നത് വരെ ഞങ്ങളെ സംരക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ സാധിക്കും. നിലവിൽ സമരം ഉണ്ട് അല്ലേ? നിരാഹാര സമരം ഉണ്ട്, അപ്രസക്തമായിട്ടില്ല. ഇപ്പോഴും ദേവാലയത്തിന് മുമ്പിൽ മുനമ്പം ജനത നിരാഹാര സമരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 365 ദിവസങ്ങളാകുകയാണ് ഒക്ടോബർ 13-ന്. അങ്ങനെയാണ് അവസ്ഥ. ഇപ്പോൾ സമരത്തിൻ്റെ പിന്തുണ അത് എത്രത്തോളം ഉണ്ട്? എനിക്ക് തോന്നുന്നു അവിടെ ക്രൈസ്തവർ മാത്രമല്ല ഹിന്ദു സമുദായത്തിലെ അംഗങ്ങളുടെയും കൂടി ഭൂമി വഖഫ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള അവസ്ഥ എങ്ങനെയാണ്? നിലവിൽ സമരം തീർച്ചയായിട്ടും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. നിരാഹാര സമരം തന്നെ ഉള്ളത്. ഓരോ ദിവസവും 9 കുടുംബ യൂണിറ്റുകളിൽ നിന്ന് ഒരാളെ വെച്ചെങ്കിലും അവരിതിൽ പങ്കെടുക്കണം നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും വരാൻ സാധിക്കുകയില്ല. കാരണം ഒരു വർഷം ഏകദേശം ആകാൻ പോകുന്നു. മാത്രമല്ല ഒരു കുടുംബത്തിന് കാര്യമാകുമ്പോൾ കുഞ്ഞു മക്കളുണ്ട്, അവർ സ്കൂളിൽ പോകണം, അതുപോലെ ഭർത്താവ് കടലിൽ പോകണം, അങ്ങനെ അധ്വാനിക്കണം, അങ്ങനെ പല പ്രശ്നമുള്ളത് കൊണ്ട് സാധിക്കുന്ന എല്ലാവരും ഓരോ ദിവസവും 2, 3, 5 പേര് വന്ന് നിരാഹാര സമരത്തിൽ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൂടെ SNDPയും കുടുംബി സമുദായങ്ങളും ധീവ്ര സമുദായങ്ങളും പ്രത്യേക ദിനങ്ങളിൽ ഇപ്പോൾ നമുക്ക് ക്രൈസ്തവർക്ക് ഇരിക്കാൻ സാധിക്കാത്ത ദിവസങ്ങൾ പ്രത്യേകമായിട്ട് ഇടവക തിരുനാൾ വന്ന ദിവസം അല്ലെങ്കിൽ ഫീസ്റ്റ് വേറെ ഏതെങ്കിലും ഫീസ്റ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ കൂടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓണത്തിൻ്റെ അന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഏകദേശം 50 പേര് അന്ന് നിരാഹാര സമരിക്കുന്നതായിരുന്നു. അപ്പോൾ സമരം പഴയതുപോലെ നമ്മൾ മുന്നോട്ട് കൊണ്ട് പോകുന്നുണ്ട്. ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളിക്കത്തിയ തീ ഇല്ല. കാരണം വഖഫ് അമെൻമെൻറ്റ് ബില്ല് പാസ്സായതോടുകൂടി പലരും ചിന്തിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ്. അതല്ല, പരിഹരിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ തുടർന്ന് സമരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഇനിയുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? കാരണം ഒരു വർഷമാകുന്നു ക്ഷണിക്കൽ സമരത്തിന്. സെപ്റ്റംബർ 27, 2025 ഒരു വർഷം പൂർത്തിയായി. ഇനി എങ്ങനെയാണ് സമരം ശക്തമാക്കാനാണോ? ഈ ഇന്നത്തെ സമരത്തിന് ശേഷം 1-ാം തീയതി ഒക്ടോബർ 1 മുതൽ 13 വരെ ഓരോ ദിവസവും വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ 2 രൂപതകളിലും കോട്ടപ്പുറം വരാപ്പുഴ രൂപതകളിലും അതോടൊപ്പം തന്നെ മറ്റുള്ള ഹൈന്ദവ സമുദായങ്ങളുടെ നേതാക്കളും അവരുടെ സംഘടനകളും ഓരോ ദിവസവും വന്ന് അവിടെ ഇതിൽ പങ്കെടുക്കാമെന്നും വളരെ ശക്തമായിട്ട് വരുന്ന 1-ാം തീയതി 13 ദിവസം വരെ ഒരു വർഷമാകുമ്പോൾ 13 ദിവസം വളരെ ശക്തമായിട്ട് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി അവർ നമ്മൾ സമരങ്ങളവിടെ നടത്തുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും നിർദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ട്രിവാൻഡ്രം
സെക്രട്ടേറിയറ്റിൽ ഒരു ധർണ നടത്തുകയും അവിടെ എല്ലാ ക്രൈസ്തവ സംഘടനകളും അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളും ഒരുമിച്ച് ഗവൺമെൻറ് മുമ്പിൽ, സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നം സമർപ്പിച്ചുകൊണ്ട് ഒരു പരിഹാരം കണ്ടെത്താനായിട്ടൊരു സമരം നടത്താമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും താങ്ക് യു വെച്ചാൽ. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ സമയത്താണ് ഗുഡ്നസ് TV ഈ ഒരു വിഷയത്തിൽ ആദ്യമായി അറിയുന്നതും ആദ്യമായി വാർത്ത കൊടുക്കുന്നതും. അന്ന് മുനമ്പം വേളാങ്കണ്ണി പള്ളി മാതാ ദേവാലയത്തിൽ അന്ന് ലോക്സഭ ഇലക്ഷൻ്റെ ഭാഗമായി 3 രാഷ്ട്രീയ സ്ഥാനാർത്ഥികളെയും വിളിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനം ഈ ഒരു വഖഫ് വിഷയത്തിൽ അന്ന് വന്ന ആ റിപ്പോർട്ട് ഒരുപക്ഷെ പിന്നീട് ഒരുപാട് പേര് കാണുകയൊക്കെ ചെയ്യേണ്ടത്. അന്ന് ആദ്യമായി ഞങ്ങൾ ഈ ഒരു വഖഫ് വിഷയത്തിലുണ്ടായിരുന്നു. തുടർന്ന് ഇപ്പോഴും ഒരു വർഷത്തോളമായി തുടർന്നുമുണ്ട്. ഈ ഒരു മുനമ്പം സമരത്തിന് 610 അംഗങ്ങളുടെ കുടുംബങ്ങളുടെ അവർക്ക് നീതി ലഭിക്കാനായിട്ട് ഇനിയും എല്ലാ കാര്യങ്ങളും ഗുഡ്നസ് TV ഉണ്ടാവും. അച്ഛൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്.